ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ബേക്കിൽ ആൻഡ് ബേക്കിംഗ് ക്ലാസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്കിൻ്റെ ഒന്നും റെസിപ്പി ആയിട്ടല്ല കേട്ടോ, ഒരു അടിപൊളി ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ബർഗർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ്, ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് ബർഗർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബർഗറിന് ആവശ്യമായിട്ടുള്ള പാറ്റി റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യുള്ള ബീഫാട്ടോ എടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മളുടെ ബീഫ് ഇട്ട് കൊടുക്കുക. നമ്മൾ എടുക്കുമ്പോൾ ഇളം ബീഫ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് മൂത്ത ബീഫാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ അരഞ്ഞ് കിട്ടാനും പാടാണ്, അതുപോലെ തന്നെ കുക്കായി കിട്ടാനും നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ ബീഫ് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് സവാള, ഒരു മീഡിയം സൈസ് സവാള പൊടിയായിട്ട് ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ വേണ്ടത് കുരുമുളക് പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഷോപ്പിൽ നിന്നൊന്ന് വാങ്ങുന്ന ആ ഒരു ഭയങ്കര പൊടിഞ്ഞിട്ടുള്ളതുണ്ടല്ലോ, അത് യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ ഈ ഒരു പച്ചമുളകിൻ്റെ എരിവും ഉപ്പും ഒക്കെ ഈ ഒരു ഇതിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മളത് കുഴച്ചെടുക്കണം. പിന്നെ നമ്മൾ ഈ ഒരു പാറ്റിയിൽ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ എഗ്ഗോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. സിമ്പിളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇളം ബീഫ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തിട്ടുള്ള അതാണ് നമ്മളുടെ ഈ ഒരു പാറ്റിയുടെ സംഭവം. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് വെർജിൻ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണം ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ടത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കട്ട്ലേറ്റിനൊക്കെ റെഡിയാക്കി എടുക്കൂലേ, അതുപോലെ കുറച്ച് ബോൾസ് ആക്കിയിട്ട് അതൊന്ന് കട്ട്ലേറ്റിൻ്റെ പരുവത്തിലൊന്ന് പരത്തിയെടുക്കണം. കുറച്ചധികം വലിപ്പത്തിൽ പരത്തിയെടുക്കണം കേട്ടോ. എന്നാലും നമ്മൾ ഇതിൽ വെച്ചിട്ട് ബട്ടറിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കണേ. അപ്പോൾ ബട്ടറിൽ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞത് വെന്ത് വരുമ്പോൾ ഈ സംഭവം അങ്ങോട്ട് ചുരുങ്ങി അങ്ങോട്ട് ചെറുതാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ചെറുതാവുന്നതെന്നൊക്കെ. നല്ലവണ്ണം ചെറുതാവും ഇത് കേട്ടോ. അപ്പോൾ ഇത് കട്ട്ലേറ്റിനെ പോലെ ഇരിക്കണം നോക്കണ്ട, നന്നായി ചെറുതാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ 3 എണ്ണമാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ബാക്കി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ പാറ്റി റെഡിയാക്കി എടുക്കാൻ ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ തന്നെ യൂസ് ചെയ്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ നമ്മളുടെ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലോട്ട് നമ്മളുടെ പാറ്റി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയൊരു പാത്രം ആയതുകൊണ്ട് ഞാൻ 2 പാറ്റി മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിനൊരു 10 മിനിറ്റ് ഈ ഒരു സൈഡ് അങ്ങനെ കിടന്ന് ഒന്ന് കുക്കാവട്ടെ. അതിൻ്റെ ഇടയിൽ മറിച്ചിടാനൊന്നും നിൽക്കണ്ട കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്, ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഇളം ബീഫ് ആയാൽ മാത്രമേ നമുക്ക് ഇത്ര പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കുറച്ചുകൂടെ ടൈം പിടിക്കും കുക്കായി കിട്ടാൻ. ചിലപ്പോൾ സൈഡൊക്കെ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ബർഗർ സോസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മയനൈസ്, ഹോം മെയ്ഡ് മയനൈസ് തന്നെയാണ്, അത് റെഡിയാക്കിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ടൊമാറ്റോ സോസ് ഒഴിക്കുന്ന ആ ഭാഗം ഞാൻ ക്യാമറ ഓണാക്കാൻ വിട്ടുപോയതാണ്. ഇനി ബാക്കിയുള്ള നമ്മളുടെ പാറ്റീസ് കൂടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പാറ്റീസ് കൂടെ ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ കണ്ടില്ലേ, കുറച്ച് കനം കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. കനം കുറച്ചിട്ട് ഒന്ന് വലിപ്പം കൂട്ടിയിട്ടുണ്ട്.
നാലാമത്തെ പാറ്റിയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുക്കാവട്ടെ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. പാറ്റി നന്നായിട്ട് കുക്കാവണം കേട്ടോ, എന്നാൽ മാത്രമേ നമ്മുടെ ബർഗറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു പച്ച ഒരു ഇതുണ്ടാവുമല്ലോ, വേവായിക ഉണ്ടെങ്കിൽ നമ്മുടെ ബർഗറിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു 10 മിനിറ്റ് ഇരുന്നിട്ട് കുക്കാവട്ടെ. ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളുടെ ബർഗറിൻ്റെ ബണ്ണുണ്ടല്ലോ, ബണ്ണ് ഞാൻ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മുരിഞ്ഞ് കിട്ടുമല്ലോ. ബണ്ണ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ബീഫിൻ്റെ ആ ഒരു ഫാറ്റും അതുപോലെ തന്നെ ബട്ടറും ഒക്കെ കൂടെ ഇതിൽ ഒന്ന് കയറിയിട്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. എല്ലാ പീസുകളും ബർഗർ കട്ട് ചെയ്തിട്ട് എല്ലാ പീസുകളും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ബർഗറിന് ആവശ്യമായിട്ടുള്ള ബർഗർ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലായാലും റെഡിയാക്കി എടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ബർഗർ ബൺ. ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അതിലോട്ട് നമുക്ക് ഒരു പീസിലോട്ട് നമുക്ക് നമ്മളുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബർഗർ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബർഗർ സോസിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് മയനീസും ടൊമാറ്റോ സോസും ആണ്. ടൊമാറ്റോ സോസിന് പകരം നമ്മൾ മസ്റ്റാർഡ് സോസ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ മസ്റ്റാർഡ് സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തതാണ് കേട്ടോ. അത് മസ്റ്റാർഡ് സോസ് നിങ്ങൾക്ക് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഈ ഒരു ബണ്ണിൻ്റെ മേലോട്ട് നമുക്ക് ഒരു ലെറ്റൂസിൻ്റെ ഒരു ലീഫ് വെച്ചെടുക്കാം. ലെറ്റൂസൊക്കെ ഇപ്പോൾ ഒരുവിധം ഹൈപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടാനുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മേലെ കുറച്ച് സവാള റൗണ്ടിലൊന്ന് കട്ട് ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. സവാളയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്കിതിൻ്റെ മേലോട്ട് കുക്കുംബർ വെച്ചെടുക്കാം. കുക്കുംബർ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതാണ് വെച്ച് കൊടുക്കണേ. കണ്ടില്ലേ, ഞാനിവിടെ 5 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇതിൻ്റെ മേലോട്ട് നമുക്ക് വേണ്ടത് കുറച്ച് സോൾട്ട്, ഒരു ഉപ്പിൻ്റെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട്, അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ടൊമാറ്റോ ചെറുതായിട്ട് ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതുകൂടെ വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ ഒരു ഉപ്പ് ഇതിൻ്റെ മേലോട്ടൊന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. ഇത് റെഡിയായി വന്നപ്പോഴേക്കും നമ്മളുടെ പാറ്റി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലോട്ട് ഞാൻ ഒരു ചീസ് സ്ലൈസ് ഇട്ടിട്ട്, അത് പിന്നെ കുക്കാവേണ്ട ആവശ്യമില്ല, അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. അപ്പം നേരെ നമ്മളുടെ വെജിറ്റബിൾസിൻ്റെ മേലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇനി നമുക്ക് ഒരു ചീസിൻ്റെ സ്ലൈസ് കൂടെ എടുത്തിട്ട് ഇതിൻ്റെ മേലോട്ട് വെച്ച് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഡബിൾ ചീസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് ഒരെണ്ണം മാത്രം ഇതേപോലെ ഡബിൾ ചീസിൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ മേലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൽ ഞാൻ ബർഗർ സോസ് സ്പ്രെഡ് ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മേലെ വേണമെന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഈസി ആയിട്ട് നമ്മളുടെ ബർഗർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ലൊരു ലുക്കുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്കത് കഴിച്ച് നോക്കാം. അപ്പോൾ ബർഗർ കഴിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളുടെ കടിക്കാൻ പാകത്തിനൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് ആ പൊക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു കടി കഴിക്കട്ടെ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ചൂത്ത് വീണു. ടൂത്ത് പിക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും വീഴില്ല. കുറച്ചും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞിട്ട് ഒരുപാട് ടൈം വൈകിപ്പിക്കുന്നില്ല. നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക്